മാത്രമല്ല ആരാണ് ശരിക്കും ഒരു ഔദ്യോഗിക രീതിയിൽ അനറബി ഭാഷയിൽ തുടങ്ങി നോക്കുമ്പോൾ ഇസ്ലാമിനെ പൊളിക്കാൻ ശ്രമിച്ച സെക്യുലറിസ്റ്റുകളും അതുപോലെ തന്നെ ഒരുപാട് കാഫിര്യങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഖുതുബയുടെ ഭാഷ മാറ്റി നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇതിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫുഖഹ എന്ന് പറഞ്ഞുള്ളത് അല്ലാതെ ഇത് ഖുതുബയാണ് പ്രഭാഷണമാണ് ആൾക്കാർ മനസ്സിലാണെന്ന് പറയുന്നതിനപ്പുറം ഫുഖഹ ഇതിന് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ? സ്കോപ്പ് ഉണ്ടെങ്കിൽ ഉണ്ട്, സ്കോപ്പ് ഇല്ലെങ്കിൽ ഇല്ല. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ ഉമ്മ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ലോകപ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ ഗ്രന്ഥം മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഖാല ഷാഫിഈ റഹിമഹുല്ലാഹ് വലാ ബഅസ് അൻ യതകല്ലമ റജുലു ഫീ ഖുതുബത്തിൽ ജുമുഅ ഖതീബ് ജുമുഅ ഖുതുബയിൽ സംസാരിക്കുക, ഖതീബിന്റെ ഭാഷയിൽ മാതൃഭാഷയിൽ സംസാരിക്കുക എന്ന വിഷയത്തിൽ യാതൊരുവിധ കുഴപ്പവുമില്ല. വകുല്ലു ഖുതുബത്തിൻ ജുമുഅ ഖുതുബയിൽ മാത്രമല്ല ഇതര ഖുതുബകളിലും ഫീഹാ യഗ്നി അഥവാ ഖതീബിന് ആവശ്യമുള്ള വിഷയങ്ങൾ വയഗ്നി വയഗ്നി അതുപോലെ തന്നെ ജനങ്ങൾക്ക് ആവശ്യമുള്ള വിഷയങ്ങളും ബികലാമിന്നാസ് ജനങ്ങളുടെ ഭാഷയിൽ സംസാരിക്കാമെന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലൂടെ വിശദീകരിക്കുകയാണ്. ഇത്രയേറെ കൃത്യമായി, ഇത്രയേറെ വ്യക്തമായി ഷാഫി മദ്ഹബിലെ തന്നെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുതുബ നടത്തിയിട്ടുണ്ട്. പ്രവാചകൻ നടത്തിയ ഖുതുബ മാതൃഭാഷയിലായിരുന്നു. പ്രവാചകൻ കച്ചവടം നടത്തിയത് മാതൃഭാഷയിലാണ്. പ്രവാചകൻ ഭാര്യമാരുമായി സംസാരിച്ചത് മാതൃഭാഷയിലാണ്. പ്രവാചകൻ ജനങ്ങളുമായി ഇടപെട്ടത് മാതൃഭാഷയിലാണ്. പ്രവാചകൻ മിമ്പറിൽ കയറി പറഞ്ഞതും പ്രവാചകന്റെ മാതൃഭാഷയിലാണ്. അത് കേട്ട സ്വഹാബത്തിന് അത് മനസ്സിലാവുകയും ചെയ്തിരുന്നു. ഇന്ന് അതേ ഇവിടെ മുജാഹിദുകളും ചെയ്യുന്നുള്ളൂ. മാതൃഭാഷയിൽ ഖുതുബ നടത്തുന്നു. പ്രവാചകൻ ജനങ്ങളെ മനസ്സിലാക്കി വിഷയം പഠിപ്പിച്ച പോലെ ഇന്ന് മുജാഹിദ് പള്ളികളിൽ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പള്ളികളിൽ ആ രൂപത്തിൽ ആ പാരമ്പര്യം തുടരുന്നു. ആ രൂപത്തിൽ മാത്രമേ അതിനെ മനസ്സിലാക്കേണ്ടതുള്ളൂ. അല്ലാതെയുള്ള കളവിന്റെ മാലപ്പടക്കങ്ങൾ ഈ പുതിയ കാലഘട്ടത്തിൽ വില പോവില്ല. ഇത്തരം പുരോഹിതന്മാർ മനസ്സിലാക്കേണ്ടതുണ്ട്.